ഹൈ ഗൈസ്, റിവ്യൂ പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ജോലി തിരക്കുകൾ കാരണമാണ് വീഡിയോ ചെയ്യാൻ സാധിക്കാത്തത്. എന്തായാലും ആ കുറവുകളെല്ലാം പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ജനനായകന്റെ, നമ്മൾ ഏവരും കാത്തിരുന്ന ദളപതി വിജയ് നായകനാകുന്ന ജനനായകന്റെ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് സിനിമയാണെന്നൊക്കെ പറയുന്നു. എന്തായാലും ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നു കേട്ടോ. ആ ജോലി തിരക്കിന്റെ ഇടയിൽ ഞാനൊന്ന് കണ്ടിരുന്നു. പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാനായിട്ട് വീട്ടിലേക്ക് വന്ന് ആലോചിച്ചപ്പോഴത്തേന് എന്നാൽ പിന്നെ നിങ്ങളുടെ കൂടെ തന്നെ കണ്ടേക്കാന്ന് ഓർത്തുകൊണ്ടാണ്. കാരണം അതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ പോലെ ആയിരിക്കുമല്ലോ. ഞാൻ അങ്ങനൊന്നും ട്രൈ ചെയ്തിട്ടില്ല. പണ്ട് പഴയ ചാനലുള്ള സമയത്ത് നമ്മൾ ലിയോയുടെ ട്രെയിലറൊക്കെ റിയാക്ഷൻ ചെയ്തപ്പോഴത്തേന് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ആ ഒരു ഓർമ്മ പെട്ടെന്ന് വന്ന പിന്നെ ജനനായകന്റെ ഈ ഒരു ട്രെയിലർ റിയാക്ഷൻ ചെയ്തേക്കാന്ന് ഓർത്തുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ ട്രെയിലർ എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഒരു സെക്കൻഡേ. സാധനം വന്നു. പലരും ചോദിച്ചിരുന്നു കേട്ടോ, എന്താണ് ഇപ്പം ഫേസ് റിവീൽ ചെയ്ത് വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ. സത്യത്തിൽ സമയമില്ലാത്തതുകൊണ്ടാണ്. മറ്റേ നമ്മൾ നോർമലി ചെയ്യുന്ന രീതിയിൽ വീഡിയോ ചെയ്യണമെങ്കിൽ എനിക്കൊരു 3-4 മണിക്കൂറൊക്കെ മെനക്കേടാണ്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാനുള്ളൊരു അവസരം ഇപ്പോൾ ഇല്ല. ജോലി അതുപോലെ തിരക്കാണ്, സീസൺ ടൈമാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് തേക്കടിയിൽ ഒരു റിസോർട്ടിലാണ്. ഇവിടെ ടൈം കിട്ടുന്നില്ല. അന്നേരം ഇങ്ങനെ ഇപ്പോൾ ഫേസ് റിവീൽ ചെയ്ത് വീഡിയോ ചെയ്യുവാണെങ്കിൽ എനിക്കിപ്പോൾ 1 മണിക്കൂർ സമയം മതി. ഇപ്പം ഈ ഒരു വീഡിയോ പോലും എനിക്കൊരു 1 മണിക്കൂറോടെ നിങ്ങളടുത്ത് എത്തിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ക്ഷമിക്കുക. ആ തിരക്കുകൾ കുറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പഴയതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്തായാലും ഇനി വീഡിയോ മുടങ്ങാതെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്താലാണ് ഞാൻ ഈ ഒരു സ്റ്റുഡിയോ സെറ്റപ്പൊക്കെ പെട്ടെന്ന് തല്ലിക്കൂട്ടിയത്. ട്രെയിലറിലേക്ക് കിടക്കാം. അയ്യോ, വിജയ് അണ്ണൻ്റെ ലാസ്റ്റ് സിനിമ ഓൾറെഡി ഞാൻ FDFS ബുക്ക് ചെയ്തു കേട്ടോ. വർഷം എന്തായാലും കണ്ടേ പറ്റുന്ന പറഞ്ഞ് ബുക്ക് ചെയ്തു. ഇനി എന്ത് ട്രെയിലർ കണ്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലാലും കാണുക എന്ന് പറയുന്നത് അതിപ്പം കുറെ കാലമായിട്ട് പറയുകയാണെങ്കിൽ പോക്കിരി സിനിമ പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റ് ഷോ കാണുന്ന ഒരു ഫാൻ ബോയ് തന്നെയാണ്. വേറെ ഒന്നും മറിച്ചൊന്നും പറയുന്നില്ല. അത് കാണാതെ പോയ ഒരു 2 സിനിമ എന്ന് പറയുന്നത് ഒന്ന് ഗോട്ടും പിന്നെ ഒന്ന് ഭൈരവയാണ്. FDFS കാണാത്ത ബാക്കി എല്ലാ സിനിമയും നമ്മൾ അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. ഈ ചാനൽ തുടങ്ങിയവർക്ക്, എൻ്റെ പഴയ ചാനൽ ഉള്ളവർക്ക് അറിയാം. മാസ്റ്ററൊക്കെ നമ്മൾ FDFS കണ്ടിട്ട് ഇതുപോലെ തിയേറ്ററിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും തുടങ്ങുന്നു. ശുഭപ്രതീക്ഷയുണ്ട്. ഭഗവത് കേസരിയുടെ റീമേക്ക് ഒക്കെ ആണെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ജസ്റ്റ് അതിന് മാത്രം ഒന്നും കണ്ടില്ല. ഇതൊന്ന് കണ്ടു നോക്കാം. ടിവിക്കടെ ലോഗമൊക്കെ കാണിക്കുന്നു കേട്ടോ. ഇത്രയും കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ഭഗവത് കേസരി തന്നെയാണല്ലേ. മറ്റേ നമ്മുടെ എച്ച് വിനോദ് സംവിധായകൻ ഇടയ്ക്ക് വന്ന് പറയുകയുണ്ടായി, ഇത് ഭഗവത് കേസരി ഒന്നും അല്ല. പക്ഷെ പുള്ളി അന്നേരം എനിക്കൊരു മനസ്സിലായൊരു കാര്യമാണ്, അങ്ങനെ പുള്ളി ഭഗവത് കേസരി അല്ല എന്നല്ല പറഞ്ഞത്. ആ ഒരു ഓഡിയോ ലോഞ്ചില് ഷോർട്ട് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. പുള്ളി ഭഗവത് കേസരി അല്ല എന്നൊന്നും അല്ല പറഞ്ഞത്. ഇത് റീമേക്ക് സിനിമ ആണെന്ന് പറയുന്നവരുണ്ട്, ഈ സിനിമ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ ഇതൊരു വിജയ് സിനിമയാണെന്ന് ആണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അന്നേരം തോന്നി ഇത് ഭഗവത് കേസരി ആണെങ്കിലും ഒരു വിജയ് ടെംപ്ലേറ്റില്. കാര്യം അറിയാലോ, എത്രയോ സിനിമകൾ പറയാം, അതിനെപ്പറ്റി പറയാം. ഈ വിജി എന്ന് പറയുന്ന ക്യാരക്ടർ സെയിം ഈ പേര് തന്നെയാണല്ലോ ഭഗവത് കേസരിയിൽ ശ്രീലീലയുടെ പേര്. എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. ഞാൻ ഭഗവത് കേസരി കണ്ടിട്ട് ഒരുപാട് നാളായി. ഈ വിജി എന്ന് പറയുന്നൊരു പേര് തന്നെ ശ്രീലീലയ്ക്കും ആ സിനിമയിൽ ഉള്ളതെന്ന് തോന്നുന്നു. ഓ, ഇങ്ങനെ വില്ല കണ്ടിട്ടില്ലല്ലോ. അയ്യോ,
ഈ പുള്ളിയുടെ പേര് നമ്മുടെ അനിമല് കങ്കുവായിക്കകത്തൊക്കെ വന്നിട്ട് മലങ്കൾട്ട് തീട്ടമൊക്കെ ആക്കി വിട്ടില്ലേ ഈ പുള്ളിനെ. ഇയാളുടെ പേര് അയ്യോ പെട്ടെന്ന് കിട്ടുന്നില്ല. ഞാൻ ഈ തിരക്കിന്റെ ഒക്കെ പുറത്ത് വന്നോണ്ട് കേട്ടോ. സണ്ണി ഡിയോൾ, ബോബി ഡിയോൾ ഇയാളെ കങ്കുവയ്ക്കകത്ത് വന്നിട്ട് വെറും തീട്ടമാക്കി വിട്ടു. അതായത് പുള്ളിനെ വേസ്റ്റ് ആക്കി വിട്ടു. ഇയാൾ എന്നാ വലിയ ആക്ടറാണെന്ന് ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ പുള്ളി അനിമലി അത് തെളിയിച്ചു തന്നു. അനിമൽ സിനിമയ്ക്കകത്ത് പുള്ളി എന്താണെന്ന് തെളിയിച്ചു തന്നു. പക്ഷെ ഈ പുള്ളി ഇതിന്റെ അകത്ത് ഈ നമ്മുടെ ജനനായകനിൽ ഇങ്ങനെ ഒരു ഇൻട്രോ പുള്ളിക്ക് കിട്ടും തോന്നില്ല കേട്ടോ. ഇപ്പൊ ഈ ട്രെയിലർ ഇതുവരെ കണ്ടതിൽ ഏകദേശം പകുതി കണ്ടേ. വിജയ്ക്ക് കിട്ടുന്നതിനെക്കാട്ടിലും വലിയൊരു സീക്വൻസ് പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ കങ്കുവയിൽ പുള്ളിനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വന്നു. കാരണം ഈ പുള്ളിയുടെ കുറെ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ലൊരു ആക്ടറാണ്, പക്കായിട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ കങ്കുവയിൽ കൊണ്ടുവന്നിട്ട് എന്നാ പറയാം, അതിനെപ്പറ്റി ഒന്നും പറയണ്ട, നമുക്ക് ബാക്കി കാണാം. നരേൻ, പ്രിയാമണി, കാജലിന് പകരമായിട്ടാണ് നമ്മുടെ സൂര്യാഗിന്റെ കണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടമുണ്ട്. ഈ ഒരു സ്വാഗ്, ഓറ, മാസ് ചെയ്യാൻ പറ്റി ഇപ്പം ആരാ ഉള്ളത്? ആരുമില്ല. അത് ദളപതി വിജയ് ആ ഒരു ഒറ്റ പേര്, ആ ഒരു പേരിനെ അത് യോജിക്കുന്നുള്ളൂ. ഈ ഒരു സ്വാഗം കാര്യങ്ങളൊക്കെ ചെയ്യാം. ആക്ഷൻ പക്ക. പൊളിറ്റിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഫ്ലാഷ് ബാക്ക് സീൻ ഇത് ഭഗവത് കേസരിയിൽ കറക്റ്റ് ഉണ്ട്. പക്ഷെ ഞാൻ ഈ ട്രെയിലർ കണ്ടു വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇന്റർവെൽ വരെ ഭഗവത് കേസരിയും അത് കഴിഞ്ഞിട്ട് എച്ച് വിനോദിന്റെ ഒരു സാധനമാണെന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. പക്ഷെ ആ ഫ്ലാഷ് ബാക്ക് പോർഷൻ സെയിം സാധനം ഭഗവത് കേസരിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. திரும்பி போற ஐடியாவே இல்ல. I am coming. வெயிட்டிங் எல்லாரும் மக்களுக்கு நல்லது பண்றதுக்கு அரசியலுக்கு வாங்க. റോബോട്ടോ ട്രെയിലർ കഴിഞ്ഞു. എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. കുറച്ച് പോസിറ്റീവ്സ് തുടങ്ങണോ നെഗറ്റീവ്സ് തുടങ്ങണമെന്ന് അറിയത്തില്ല. ഓക്കെ, പോസിറ്റീവ്സ് തന്നെ അല്ല നെഗറ്റീവ്സ് തന്നെ തുടങ്ങാം. അല്ല പോസിറ്റീവ്സ് തന്നെ തുടങ്ങാം. വിജയുടെ സ്ക്രീൻ പ്രസൻസ്, കാര്യങ്ങൾ, സംഭവങ്ങളെല്ലാം പുള്ളി അഴിഞ്ഞാടി വെച്ചിട്ടുണ്ട്. ഈ സിനിമ ഭഗവത് കേസരിയുടെ റീമേക്ക് തന്നെയാണ് ഫസ്റ്റ് ഹാഫ്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ തീർച്ചയായിട്ടും എച്ച് വിനോദിന്റെ ഒരു പണ്ണല് ഉണ്ട് കേട്ടോ. കാര്യം ഭഗവത് കേസരി ഞാൻ കണ്ടതാണ്. ഫസ്റ്റ് ഹാഫ് ആ ഒരു സ്റ്റോറി, ആ ഒരു കഥ ആരംഭിച്ച് ഒരു ലെവൽ എത്തുന്നിടം വരെയുള്ളത് ഭഗവത് കേസരിയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എച്ച് വിനോദ് എന്തോ കാര്യമായിട്ട് പണിയിട്ടുണ്ട്. കാര്യം എച്ച് വിനോദ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ട്രെയിലർ കണ്ടിട്ട് ഇത് ഒരു റീമേക്ക് സിനിമയാണോ ഡബിങ് സിനിമയാണോ നിങ്ങൾ കണ്ടാൽ മതിയെന്ന്. പക്ഷെ ഇത് ഇവിടെ ട്രെയിലറിൽ ഇത് തന്നത് നന്നായി. ഇതിപ്പോ ഭഗവത് കേസരിയുടെ ഒരു കണ്ടന്റ് എടുത്തിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ടില്ലേ, നമുക്ക് വേറെ പ്രോബ്ലം ഇല്ല. ഇത് കാണാൻ വേണ്ടിയല്ലേ പോകുന്നത്. ഇതിന്റെ അകത്ത് ഇനി എന്ത് കിട്ടും എന്നൊരു ആഗ്രഹം മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ അകത്തും പറയുമോ ഇത് ഭഗവത് കേസരി അല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടുകൂടി പോകും. തിയേറ്ററിൽ ചെന്നപ്പോൾ ഭഗവത് കേസരി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിസപ്പോയിന്റഡ് ആകും. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഭഗവത് കേസരി ആണ് ഭഗവത് കേസരിയുടെ ആ ഒരു കണ്ടന്റിലാണ് സിനിമ തുടങ്ങുന്നതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ആ കഥ ഒരു ഫസ്റ്റ് ഹാഫിൽ കാണിച്ചിട്ട് സെക്കൻഡ് ഹാഫിൽ ട്രാക്കേ മാറ്റിയിട്ടുണ്ട്. എന്തോ റോബോട്ട് വരുന്നു, പൊളിറ്റിക്സ് ഉണ്ട്, പിന്നെ വില്ലൻ പറഞ്ഞില്ലേ നമ്മുടെ ബോബി ഡിയോൾ വില്ലൻ വന്നിട്ട് പൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല കിടിലം വില്ലനാ. ഒരു സിനിമയുടെ ഒരു സിനിമയിൽ ഒരു ഹീറോ ആവണമെങ്കിൽ
ഒത്തൊരു വില്ലൻ വേണം. ആ ഒരു വില്ലനായിട്ട് എന്തായാലും ബോബി ഡീൽ ഇതിനകത്ത് തകർക്കും എന്നുള്ള കാര്യം ഉറപ്പ് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇതൊരു എന്താ പറയാ, നമ്മുടെ ലിയോയെ വെച്ചൊന്നും ആരും കമ്പയർ ചെയ്യില്ലേ. കാര്യം എന്ന് പറഞ്ഞിട്ട് ലിയോ അല്ല, ഒരിക്കലും ലിയോ ചെയ്യണമെങ്കിൽ പുള്ളിക്ക് തന്നെ ലിയോ 2 എടുത്താൽ മതിയായിരുന്നു. പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്ന പുള്ളിയുടെ ഒരു ലാസ്റ്റ് സിനിമ എന്ന് പറയുമ്പോഴത്തേന് ഫുള്ള് ടോട്ടലി ഒരു കൊമേഴ്സ്യൽ കണ്ടന്റ് കൊടുക്കുക. കൊമേഴ്സ്യൽ ആയിട്ട്, അതായത് ഫാമിലി ഓഡിയൻസ്. ഇപ്പൊ വിജയ് ഫാൻസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മളെപ്പോലുള്ളവരോ, അല്ലെ ഞാൻ 90s കിഡാണ്, ഇതിന്റെ താഴോട്ടുള്ള 2K വന്ന പിള്ളേരുണ്ട്, അല്ലാതെ 2010 ശേഷം ജെൻസി പിള്ളേരെന്നൊക്കെ പറഞ്ഞ അവരൊക്കെ ഉണ്ട്. ഇവർ മാത്രമല്ല വിജയ് ഫാൻസ്. തുള്ളാതെ മനവും തുള്ളും, അല്ലെ പണ്ട് മുതലുള്ള പ്രിയമാനങ്ങളെ തുള്ളാതെ മനവും തുള്ളും, അങ്ങനെയൊക്കെ തുടങ്ങി ആ ഒരു ടൈം തൊട്ട് വിജയിനെ സ്നേഹിക്കുന്നവരുണ്ട്. എന്നിട്ട് വിജയ് നമുക്ക് ഈ ജെൻസി പിള്ളേർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ 2K പിള്ളേർക്ക് വേണ്ടിയോ അല്ലെ 90s പിള്ളേർക്ക് വേണ്ടി മാത്രം ഒരു സിനിമ ചെയ്താൽ പോരാ. പുള്ളിയുടെ ലാസ്റ്റ് സിനിമ എന്ന് പറയുമ്പോൾ എല്ലാ ഓഡിയൻസിനും കണക്ട് ആവണം. അതായത് എനിക്കും കണക്ട് ആവണം, എൻ്റെ അച്ഛനും അമ്മയ്ക്കും കണക്ട് ആവണം, എൻ്റെ മക്കൾക്കും കണക്ട് ആവണം. അങ്ങനൊരു മൈൻഡിലാണ് പുള്ളി ഈ ഒരു സിനിമ എടുത്തേക്കുന്നത്. അതിന് നമ്മൾ ഒരിക്കലും തെറ്റായിട്ട് പറയാൻ പറ്റില്ല. കാര്യം എല്ലാ ഓഡിയൻസും കണക്ട്, പിള്ളേർക്കും കണക്ട് ആകണം. ഇപ്പോഴും ഉണ്ടല്ലോ, ഇപ്പൊ ഒരു കൊച്ചു കുട്ടികളോട് വരെ നമ്മൾ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിലും ആ കൊച്ചു കുട്ടികൾ വരെയും പറയും ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാന്ന് ചോദിക്കുമ്പോൾ വിജയ് എന്ന് പറയും. അന്നേരം വിജയുടെ ഒരു സിനിമ വരുമ്പോൾ അവർക്കും കണക്ട് ആകണം. അല്ലാതെ നമ്മളിപ്പം ഈ ഒരു ജനറേഷൻ നമ്മൾ കാണുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിനിമകളാണ്, അതുകൊണ്ട് വിജയ് അങ്ങനെ ഒരു സിനിമ എടുത്തിട്ട് ലാസ്റ്റ് പോകണമായിരുന്നു നമ്മൾ നിർബന്ധം പിടിച്ചിട്ട് ഒരു കാര്യമില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോഴത്തേന് എല്ലാ ഓഡിയൻസിനെയും അദ്ദേഹത്തിന് സാറ്റിസ്ഫൈ ചെയ്തേ പറ്റും. ഇപ്പൊ അദ്ദേഹം വന്ന ശേഷം മാത്രമല്ല, ഭയങ്കര ഓൾഡ് ഏജ് ആയിട്ടുള്ളവരും അദ്ദേഹത്തിന് ഫാൻസിനുണ്ട്, അവർക്കും കവർ ചെയ്യണം. അങ്ങനെ ഒരു രീതിക്കായിരിക്കും പുള്ളിക്കാരൻ ഈ ഒരു സിനിമ എടുത്തിട്ടുള്ളത്. എന്തായാലും ട്രെയിലർ കൊള്ളാം. പിന്നെ അടുത്തൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ മൊത്തത്തിലൊരു എനിക്കൊരു വൈബ് തോന്നി തന്നെ പറഞ്ഞാൽ ഒരു മെർസല് ബിഗില്, അതായത് ഈ മെർസലും ബിഗിലും ഒക്കെ മെർസലിന് അത്ര നെഗറ്റീവ് അഭിപ്രായം വന്നില്ല, പക്ഷെ ബിഗിലൊക്കെ നെഗറ്റീവ് അഭിപ്രായം വന്നു. പക്ഷെ എങ്കിൽ പോലും ഫാമിലി ഓഡിയൻസ് ആ പടത്തിനെ കണ്ട് തിയേറ്ററിലേക്ക് വന്ന് ഇഷ്ടപ്പെട്ടു. 2019 തോന്നുന്നു ബിഗിൽ വന്നത്. 2019 300 കോടി കളക്ഷൻ അടിച്ചു. അതായത് ആ ടൈമിൽ 300 കോടി കളക്ഷൻ അടിക്കണമെങ്കിൽ എന്തുമാത്രം ഓഡിയൻസ് വന്നിട്ടുണ്ടെന്ന് ആലോചിക്കണം. അതേ രീതിയിലുള്ളൊരു ഒരു തിയേറ്റർ വിസിറ്റ് ആൾക്കാർ ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കും എന്നുള്ളൊരു കാര്യം സംശയം പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് നല്ല രീതിയിലൊരു കളക്ഷൻ, ഏറ്റവും മിനിമം ഒരു 500 കോടി കളക്ഷൻ ഇടാൻ സാധിക്കുമെന്നും പറയുന്നു. അതുപോലെ ഞാൻ പറയുന്നു, തമിഴ്നാട്ടിൽ ഈ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റ് ആവും. അവർക്കുള്ള ഫ്ലേവർ എല്ലാ സാധനവും ഉണ്ട്.